Hi all, welcome to my new video. This is a family trip. ഒരുപാട് കാലം കാത്തിരുന്ന് നമ്മൾ 4 പേരും കൂടി we are flying to Delhi. ഡൽഹിക്ക് പോണ ഈ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തത് അറൗണ്ട് ഒരു 2 years ബാക്ക് ആണ്. പക്ഷെ ഇപ്പോഴാണ് നമുക്കത് എല്ലാവർക്കും നടത്താൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് സോ സ്പെഷ്യൽ ടു us ബിക്കോസ് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഫ്ലൈറ്റിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. എസ്പെഷ്യലി ടു മൈ ഫാദർ ബിക്കോസ് ഒരു 2 years ബാക്ക് വെൻ ഐ വാസ് പ്ലാനിങ് ഫോർ മൈ ഹണിമൂൺ അച്ഛനൊരു റാൻഡം ഡേയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്കൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. അതെന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തു. സോ അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാണ് നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് ഒരുമിച്ച് ഉറപ്പായിട്ടും പോകുന്നുള്ള കാര്യം. ആൻഡ് ഫൈനലി വി മേഡ് ഇറ്റ് ഗൈസ്, വി മേഡ് ഇറ്റ്. സോ നമ്മൾ താജ്മഹൽ പ്ലസ് ഡൽഹിയൊക്കെയാണ് ചുറ്റാൻ പോണത്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു താജ്മഹൽ. അവിടെ ഒരു ഡേ സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് 3 days വിൽ ബി അറ്റ് ഡൽഹി. ലാസ്റ്റ് ക്ലിപ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വി സ്റ്റാർട്ടഡ് ഫ്രം ബാംഗ്ലൂർ എയർപോർട്ട്. ബാംഗ്ലൂർ ടു ആഗ്രയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. രാവിലെ ആയിരുന്നു. സോ നമ്മൾ നേരത്തെ ഇറങ്ങി. എയർപോർട്ടിൽ വന്നിട്ട് ഒരു ചായയും ഒരു മസാല ദോശയും കൂടി എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിന് ബോർഡ് ചെയ്തു. അച്ഛനും അമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ മുതൽ ആഗ്ര എത്തണ വരെ ബോത്ത് വേർ ലുക്കിംഗ് ഔട്ട് സൈഡ്. സോ ഗൈസ് വി റീച്ച്ഡ് അറ്റ് ആഗ്ര. ആഗ്രയിൽ നമ്മൾ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് വണ്ടിയൊന്നും കിട്ടില്ല. ഒരു ബസ്സുണ്ട്, അതിൽ കയറിയിട്ട് നമ്മളൊരു ടൗണിലിറക്കും. അവിടെ നിന്ന് വേണം നമ്മൾ വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിക്ക് ചെയ്ത ചേട്ടനാണ് പറഞ്ഞത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല മട്ടൻ ബിരിയാണി കിട്ടുമെന്ന്. സോ നമ്മൾ അവിടെ പോയി മട്ടൺ ബിരിയാണി കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ റൈസ് എല്ലാം വലിയ റൈസായിരുന്നു. ഇറ്റ്സ് നോട്ട് സെയിം ആസ് അവർ പ്ലേസ്. സോ നെക്സ്റ്റ് നമ്മൾ സ്റ്റേയിലോട്ട് പോയി. ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റേ ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല റൂമാണ്, നല്ല ക്ലീൻനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. കോറൽ സ്റ്റേ എന്നാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ പേര്. ഇറ്റ്സ് ഇൻ ആഗ്ര. ആഗ്രയിൽ വരുന്നവർക്ക് ഈ ഒരു റൂം ഉറപ്പായിട്ടും ബുക്ക് ചെയ്ത് വർത്തിട്ടായിരിക്കും കേട്ടോ. booking.com വഴിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസത്തിന് 4 പീപ്പിളിന് അറൗണ്ട് 5,000 rupees-ആയി. സോ സ്റ്റേ ഒക്കെ കുറച്ച് നേരം ആസ്വദിച്ചു. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ആഗ്ര ഫോർട്ട് കാണാനാണ് പോവാൻ പ്ലാന്. ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരിപ്പോൾ 4 ദിവസത്തിന് പോയിട്ട് കുറേ സ്ഥലത്തൊന്നും പോയിട്ടില്ലല്ലോ എന്നുള്ളത്. അതങ്ങനെ ഉണ്ടാവും. കാരണം ഐ എം ട്രാവലിംഗ് വിത്ത് മൈ പാരൻസ്. 2 പേർക്കും ഒരുപാട് മരുന്നും ഗുളികയൊക്കെ ഉള്ളവരാണ്, നടക്കാനും വയ്യാത്തവരാണ്. സോ നമ്മളെല്ലാവരും കൂടുതൽ ടൈം റെസ്റ്റ് എടുക്കാനാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുക, ഡൽഹിയൊക്കെ പോവുക, ആഗ്രയൊക്കെ പോവുക, ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ ട്രിപ്പിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത്.
സെക്കൻഡ് ഡേ ഇൻ ആഗ്രയാണ്. ഇന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഡൽഹിയിലോട്ടാണ് പോണത്. ഡൽഹിയിലോട്ട് ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് മധുര വരെ പോയിട്ട് വൃന്ദാവൻ കൂടി കാണാമെന്നൊരു പ്ലാൻ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും ജഡപടയെന്ന് 10 മണിയാകുമ്പോഴത്തേന് താജ്മഹലിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. റെയിൽവേ സ്റ്റേഷനിൽ പോയതോ അപ്പോൾ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. നേരെ ചെന്ന് മധുരയിൽ ഇറങ്ങിയിട്ട് പെട്ടികളൊക്കെ നമ്മൾ അവിടെയുള്ള ഒരു ക്ലോക്ക് റൂമിൽ കൊടുത്തു. നൗ വി ആർ ഗോയിങ് ടു വൃന്ദാവൻ ടു വിസിറ്റ് കൃഷ്ണ ടെമ്പിൾ. സോ ഗൈസ്, നമ്മൾ ഇതുപോലത്തെ ഒരു ഓട്ടോയിൽ കയറി. ഇറ്റ്സ് വെരി ഫൺ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ കേട്ടോ. ഇത് UP ആണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇവിടെ എല്ലായിടത്തും ഭയങ്കര ഡ്രൈ പ്ലേസസ് ആണ്. ബസ്സും ഊബറൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, അതൊന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതും ഇതുപോലത്തെ ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞു നമ്മൾ കൊണ്ടാക്കാമെന്ന്. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അതിലൊഴി പോകണമല്ലേ, എന്തായാലും അങ്ങോട്ടൊക്കെ തന്നെയല്ലേ പോകണത്, അപ്പോൾ പോകാൻ വിചാരിച്ചു. പകുതി ദൂരെ എത്തിയപ്പോഴാണ് അറിയണത് അന്ന് അവിടെ പ്രസിഡൻറ്റ് വരികയായിരുന്നു. സോ വൃന്ദാവനിലേക്കൊന്നും ആർക്കും പോകാൻ പറ്റില്ല. നമ്മൾ ഓട്ടോ കയറിയ ചേട്ടനും പറഞ്ഞില്ല, ഓട്ടോയിലുണ്ടായിരുന്ന ആൾക്കാരും നമ്മളോട് പറഞ്ഞില്ല. പകുതി ദൂരം വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ച് വന്നു. നേരെ റെയിൽവേ സ്റ്റേഷനിൽ കയറി. 3 മണിയാകുമ്പോൾ ട്രെയിനുണ്ടായിരുന്നു ഡൽഹിയിലോട്ട്, അതിലും കയറി ഡൽഹിയിലെത്തിയിട്ടോ. ഇനിയൊരു 3 ദിവസം വി ഗോൺ എൻജോയ് ഡൽഹി. നമ്മളിവിടെ ലാജ്പത് നഗർ സെൻട്രൽ മാർക്കറ്റിൽ ഒരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ 3 days. ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. മെയിൻ റോഡിൽ തന്നെ ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പാർട്ട്മെൻറ്റ് അത്ര ഭംഗിയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റിലോ ഷോപ്പിങ്ങിനോ പോയിട്ട് വരാൻ പറ്റും. ഭയങ്കര ഓണായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. ഡൽഹിയിലെ ഫസ്റ്റ് ഡേ ആണെന്ന്. രാവിലെ എണീറ്റതും നല്ല മഴയാണ്. സോ നമ്മൾ വിചാരിച്ചു കുറച്ച് ലേറ്റായിട്ട് പോകാം. അപ്പം നമ്മൾ ബ്രെഡും പിന്നെ കുറച്ച് പച്ചക്കറി മേടിച്ചു. കറി ഉണ്ടാക്കാൻ വേണ്ടി മുട്ട റോസ്റ്റും ബ്രെഡും ആണ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് കഴിക്കാം. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ രാവിലെ ഇറങ്ങി. രാവിലെ അല്ല, ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം നല്ല മഴയായ കാരണം രാവിലെ തന്നെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ ലോട്ടസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണ് പോണത്. അതിനു വേണ്ടി ഒരു സ്ഥലത്ത് വരെ പോയി. അപ്പോഴാണ് അവിടെ ആർമിക്കാർ നമ്മളെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തു. സോ നമ്മൾ നടന്നു വന്നതും നേരെ റൈറ്റ് സൈഡിലുള്ള അമ്പലത്തിലാണ് പോയിട്ട് വന്നത്. ആക്ച്വലി അതാണ് ലോട്ടസ് ടെമ്പിൾ എന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ അതല്ലായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി താഴെ ഇറങ്ങി, ചെരുപ്പെടുക്കാൻ ഇറങ്ങി. അങ്ങനെ ആകെ മൊത്തം അന്നത്തെ ദിവസം അലങ്കോലായി. ഞാനും എൻ്റെ അനിയത്തിയും കൂടി അടിയായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചെരുപ്പെടുക്കാൻ വേണ്ടി കറങ്ങി വന്നപ്പോഴാണ് ഇവിടെയാണ് ലോട്ടസ് ടെമ്പിൾ എന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും അവരെ വിളിച്ചു. വീണ്ടും അവരെല്ലാവരും വന്നു. നമ്മൾ അവിടെ എല്ലാം കണ്ടു, തിരിച്ചിറങ്ങിയിട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് പുറത്തുനിന്ന് ഫുഡുള്ള കാരണം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ചോറുണ്ണാൻ മോളേന്ന്. സോ ഞാനൊരു മഹാബലി പറഞ്ഞൊരു കേരള റെസ്റ്റോറൻറ്റ് ഡൽഹിയിൽ കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ അവിടെ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു, ഒരു ഐസ്ക്രീമും കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സരോജിനി മാർക്കറ്റിലാണ്. ഡൽഹി വരാനുള്ള ഒരു മെയിൻ കാരണം ഇതും കൂടിയാണ്. ഇവിടെ പോയി അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും ലക്ഷ്യം. നമ്മൾ അവിടെ നിന്ന് ആഹ്ലാദിച്ച് തന്നെ ഷോപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വീട്ടിലാക്കി. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കുത്തബ് മിനാർ കാണാനാണ്. ഇന്ന് നമുക്ക് ഒരുപാട് പ്ലേസസിൽ വിസിറ്റ് ചെയ്യാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ള എൻ്റെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു സ്ഥലമാണ് പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവൻ, അതുപോലെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് അവരുടെയൊക്കെ വീട്, പിന്നെ അവിടെ ഒരു പൂന്തോട്ടം. ഇതൊക്കെ അച്ഛൻ എപ്പോഴും പറയും എനിക്ക് കാണണമെന്ന്. സോ ഇവിടെയൊക്കെ നമുക്ക് പോകാനുണ്ട്. പ്ലസ് റെഡ് ഫോർട്ടും ഹനുമാൻ ടോംബ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലും പോകാനുണ്ട്. ഹോപ്പ് ഇന്നത്തെ ദിവസം അതൊക്കെ കംപ്ലീറ്റ് ആക്കും എന്നുള്ളത്.
നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. വി ലാൻഡഡ് ഇൻ കോഴിക്കോട്. കോഴിക്കോട് ടു നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് ആണുള്ളത്. സോ നമ്മൾ അവിടെ നിന്നൊരു ടാക്സിയൊക്കെ പിടിച്ച് വീട്ടിൽ വന്നു. വരുന്ന വഴിക്ക് നല്ല കുഴിമന്തിയൊക്കെ കഴിച്ചു. വന്നതും നെക്സ്റ്റ് ഡേ വി ഹാഡ് എ ബാഡ് ന്യൂസ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്, വി ഹാവ് ടു മൂവ് ഓൺ അല്ലേ. അപ്പോൾ ട്രിപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് തന്നെ വീട്ടിലെത്തി. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഇനി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.